പ്രിയമുള്ളവരെ, ഈശംസിഹായിൽ സ്നേഹവന്ദനം. ജയജലോഗോസ് 316-ൻ്റെ 54-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജോസഫ്. 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും. 2 കൊറിന്തോസ് 12 ഒരു ആമുഖം. ഈ അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയെ പ്രതിരോധിക്കുന്നത് തുടരുന്നു. തൻ്റെ വിശ്വാസ്യതയും ആധികാരികതയും ഉറപ്പിക്കുന്നതിനായി ആഴത്തിലുള്ള വ്യക്തിപരവും ആത്മീയവുമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അവൻ അഗാധമായ ഒരു നിഗൂഢ കണ്ടുമുട്ടൽ വെളിപ്പെടുത്തുന്നു. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു, എന്നാൽ വിനയപൂർവ്വം ഇതിനെക്കുറിച്ച് വീമ്പിളക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പകരം അവൻ തൻ്റെ ബലഹീനതകളെ ഊന്നിപ്പറയുന്നു. ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നത് ഉയർത്തിക്കാട്ടുന്നു. ബലഹീനതയിലും ദൈവിക കൃപയുടെ പര്യാപ്തതയിലും കാണപ്പെടുന്ന ക്രിസ്തീയ ശക്തിയുടെ വിരോധാഭാസത്തെ ഈ അധ്യായം വ്യക്തമായി അടിവരയിടുന്നു. ആത്മീയശക്തിയുടെ യഥാർത്ഥ ഉറവിടവും സഹിഷ്ണുത അനുഭവിക്കുന്നവരോട് ലഭിക്കുന്ന അഗാധമായ അറിവുകളും പരിഗണിക്കാൻ പൗലോസിൻ്റെ ചിന്തകൾ നമ്മെ ക്ഷണിക്കുന്നു. ചോദ്യോത്തരത്തിലേക്ക് നമ്മൾ കടക്കാം. 1-ാമത്തെ ചോദ്യം: ദർശനങ്ങളും വെളിപാടുകളും എന്ന ശീർഷകം കാണുന്ന അധ്യായം ഏത്? ദർശനങ്ങളും വെളിപാടുകളും എന്ന ശീർഷകം കാണുന്ന അധ്യായം ഏത്? അതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം 2 കൊറിന്തോസ് 12-ാം അധ്യായം, 2 കൊറിന്തോസ് 12. 2-ാമത്തെ ചോദ്യം: അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം, ഏതുകൊണ്ട്? അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം, ഏതുകൊണ്ട്? അതാണ് 2-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ആത്മപ്രശംസ ചെയ്യുന്നത് കൊണ്ട്. ഒരു നേട്ടവുമില്ല, ആത്മപ്രശംസ ചെയ്യുന്നത് കൊണ്ട്. 3-ാമത്തെ ചോദ്യം: 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിലെ ശീർഷകം ആവർത്തിച്ചിരിക്കുന്ന വാക്യം ഏത്? ഏത് വാക്യത്തിലാണ് ഈ ശീർഷകം ആവർത്തിച്ചിരിക്കുന്നത് എന്നതാണ് 2-ാമത്തെ ചോദ്യം. 3-ാമത്തെ ചോദ്യം. ഉത്തരം 1-ാം വാക്യം. 1-ാം വാക്യത്തിലാണ് ഇത് ആവർത്തിച്ചിരിക്കുന്നത്, ശീർഷകം ആവർത്തിച്ചിരിക്കുന്നത്. 4-ാമത്തെ ചോദ്യം: ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല, അത് ദൈവത്തിനെ അറിയൂ എന്ന് പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ ഏതൊക്കെ? 2 വാക്യങ്ങളുണ്ട്, ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം 2 കൊറിന്തോസ് 12-ാം അധ്യായം 2ഉം 3ഉം വാക്യങ്ങൾ, 2, 3 വാക്യങ്ങളാണ്. 5-ാമത്തെ ചോദ്യം: 1, 2, 3, 14 ഈ സംഖ്യകളിൽ 2 കൊറിന്തോസ് 12:2 പ്രതിപാദിക്കാത്ത സംഖ്യ ഏത്? 12:2 പ്രതിപാദിക്കാത്ത സംഖ്യ ഏത്? ഈ 1, 2, 3, 14 ഈ നമ്പറുകളിൽ 2 എന്ന സംഖ്യയാണ് അവിടെ പ്രതിപാദിച്ചിട്ടില്ലാത്തത്. 2. 6-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. മനുഷ്യനെ ഡാഷ് എനിക്കറിയാം. 2 കൊറിന്തോസ് 12:2. ഡാഷിൽ എന്താണ് വരുന്നതെന്നാണ് എഴുതേണ്ടത്. ഒരു മനുഷ്യനെ ഡാഷ് എനിക്കറിയാം. ഉത്തരം ക്രിസ്തുവിൽ എനിക്കറിയാം. അടുത്ത ചോദ്യം 7. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുമെന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെക്കുറിച്ചാണ്? അതിൻ്റെ ഉത്തരം 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ അല്ലെങ്കിൽ പർദീസയിലേക്ക് ഉയർത്തപ്പെട്ട മനുഷ്യനെക്കുറിച്ച്. പൗലോസ്ലീഹ തന്നെയാണത്. 8-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. എന്നെക്കുറിച്ച് സ്വന്തം ഡാഷ് ഞാൻ അഭിമാനിക്കുകയില്ല. എന്നെക്കുറിച്ച് സ്വന്തം ഡാഷ് ഞാൻ അഭിമാനിക്കുകയില്ല. 2 കൊറിന്തോസ് 12:5. സ്വന്തം ഇത്തരം ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. 9-ാമത്തെ ചോദ്യം: ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ പോഷനാവുകയില്ല എന്ന് പൗലോസ്ലീഹ പറയാൻ കാരണമെന്ത്? താനൊരു പോഷനാവുകയില്ല എന്ന്. താൻ സംസാരിക്കുന്നത് സത്യമായിരിക്കും എന്നതുകൊണ്ട്. 10-ാമത്തെ ചോദ്യം: തന്നിൽ കാണുകയും തന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും തന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് പൗലോസ്ലീഹ ഒഴിവാക്കുന്നത് എന്ത്? തന്നിൽ കാണുകയും തന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും തന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് പൗലോസ്ലീഹ ഒഴിവാക്കുന്നത് എന്തെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ആത്മപ്രശംസ.
ആത്മപ്രശംസയാണ് പൗലോസ്ലീഹ ഒഴിവാക്കുന്നത്. അടുത്ത ചോദ്യം 11. വെളിപാടുകളുടെ ആധിക്യത്താൽ താൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്തെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 12:7 പറയുന്നത്? താൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്താണെന്നാണ്. ഉത്തരം ശരീരത്തിലൊരു മുള്ള്. 12ാമത്തെ ചോദ്യം. ഏതെങ്കിലും ഗുരുതരമായ ശാരീരിക അസ്വാസ്ഥ്യമോ പ്രലോഭനങ്ങളുടെ ഫലമായ മാനസിക വേദനയോ യഹൂദരിൽ നിന്ന് അനുഭവപ്പെട്ടിരുന്ന പീഡനങ്ങളോ ഒക്കെയായി വ്യാഖ്യാനിക്കപ്പെടാറുള്ളത് എന്താണ് ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാറുള്ളത് എന്നാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം പൗലോസ്ലീഹയ്ക്ക് ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു മുള്ള്. അത് ഈ പറഞ്ഞ കാരണം എന്തെങ്കിലും ആകാം. 13. തൻ്റെ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ള് തന്നെ വിട്ടകലാൻ എത്ര പ്രാവശ്യം പൗലോസ്ലീഹ കർത്താവിനോട് അപേക്ഷിച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മുള്ള് വിട്ടകലാൻ. ഉത്തരം 3 പ്രാവശ്യം. 12:8 അങ്ങനെ പറയുന്നു. 3 പ്രാവശ്യം. 14ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ഡാഷ് ആണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കുന്നത്. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ഡാഷ് ആണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കുന്നത്. അതിൻ്റെ ഉത്തരം ബലഹീനതയിൽ ആണ് എൻ്റെ ശക്തി പൂർണ്ണമാകുന്നതെന്നാണ്. 12:9 ബലഹീനതയിൽ. 15. തൻ്റെ മേൽ എന്ത് ആവസിക്കേണ്ടതിന് താൻ പൂർവാധികം സന്തോഷത്തോടെ തൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കുമെന്നാണ് പൗലോസ്ലീഹ 12:9 പറയുന്നത്. തൻ്റെ മേൽ എന്ത് ആവസിക്കേണ്ടതിന്? ഉത്തരം ക്രിസ്തുവിൻ്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. അടുത്ത ചോദ്യം 16. പൗലോസ്ലീഹ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണെന്ന് പറയുന്നവയിൽ പെടാത്തത് ഏത്? ബലഹീനതകൾ, ആക്ഷേപങ്ങൾ, പട്ടിണി, അത്യാഹിതങ്ങൾ. ഇതിലേതാണ് ഇതിൽപ്പെടാത്തത്? സന്തുഷ്ടനാണെന്ന് പറയുന്നതിൽ പെടാത്തത്. ഉത്തരം പട്ടിണി അതിനകത്ത് പെടുത്തിയിട്ടില്ല. അടുത്ത ചോദ്യം 17. താൻ ശക്തനായിരിക്കുന്നത് എപ്പോഴാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 12:10 പറയുന്നത്? താൻ ശക്തനായിരിക്കുന്നത് എപ്പോഴാണെന്നാണ്. അതിൻ്റെ ഉത്തരം ബലഹീനനായിരിക്കുമ്പോഴാണ് താൻ ശക്തനാകുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. താനൊരു ഭോഷനായി പോകാൻ കാരണക്കാർ ആരെന്നാണ് 2 കൊരിന്ത്യർ 12:11 പൗലോസ്ലീഹ ചൂണ്ടിക്കാട്ടുന്നത്? ഇതാണ് 18ാമത്തെ ചോദ്യം. താനൊരു ഭോഷനായി പോകാൻ കാരണക്കാർ ആരെന്നാണ് 2 കൊരിന്ത്യർ 12:11 പൗലോസ്ലീഹ ചൂണ്ടിക്കാട്ടുന്നത്? അതിൻ്റെ ഉത്തരം കോറിന്തോസുകാരാണ് അതിന് ഉത്തരവാദികൾ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 19ാമത്തെ ചോദ്യം. 2 കൊരിന്ത്യർ 12:12 അനുസരിച്ച് ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങളിൽ പെടാത്തത് എന്ത്? തെളിവുകൾ, യാത്രകൾ, അത്ഭുതങ്ങൾ, ശക്തികൾ. ഈ 4 കാര്യത്തിൽ എന്താണ് അതിൽ പെടാത്തത്? അപ്പസ്തോലൻ്റെ അടയാളങ്ങളിൽ യാത്രകൾ അതിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ചോദ്യം. കൊരിന്ത്യസിലേക്കുള്ള എത്രാമത്തെ സന്ദർശനത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 12:14 പറയുന്നത്? കൊരിന്ത്യസിലേക്കുള്ള എത്രാമത്തെ സന്ദർശനത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 12:14 പറയുന്നത്? അതിൻ്റെ ഉത്തരം മൂന്നാം പ്രാവശ്യത്തെ സന്ദർശനത്തെക്കുറിച്ചാണ് പറയുന്നത്. 21. 2 കൊരിന്ത്യർ 12:12 അനുസരിച്ച് എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നൽകപ്പെട്ടത് ആർക്ക്? എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം കൊറിന്തോസുകാർക്കാണ് അങ്ങനെയൊരു അവസരം നൽകപ്പെട്ടത്. 22. 2 കൊരിന്ത്യർ 12:13 ആ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ എന്ന പൗലോസിൻ്റെ പ്രസ്താവനയിലെ വിരോധാഭാസം എന്താണ് ആ പ്രസ്താവനയിലെ വിരോധാഭാസം? ആ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ. കൊറിന്തോസുകാരെ സാമ്പത്തികമായി ഭാരപ്പെടുത്താത്തതിന് പൗലോസ്ലീഹ വിരോധാഭാസമായി ക്ഷമ ചോദിക്കുന്നു. അതാണ്. 23. മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ബന്ധത്തിൻ്റെ ചിത്രീകരണം പൗലോസ് ഉപയോഗിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ബന്ധത്തിൻ്റെ ചിത്രീകരണം പൗലോസ്ലീഹ ഉപയോഗിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഉത്തരം താൻ കാക്ഷിക്കുന്നത് കൊരിന്ത്യസുകാരെ ആണ്, അവർക്കുള്ളതല്ല എന്ന വസ്തുത തെളിയിക്കുന്ന സന്ദർഭത്തിൽ. 24. താൻ അതീവ സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 12:15 പറയുന്നത്? ആർക്കു വേണ്ടിയാണ്? അതിൻ്റെ ഉത്തരം കൊരിന്ത്യസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. 25ാമത്തെ ചോദ്യം.
സ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ കൊരിന്ത്യസരോട് 2 കൊരിന്ത്യസ് 12:15 ചോദിക്കുന്ന ചോദ്യം എന്തെന്നുള്ളതാണ്. 12:15 പൗലോസ്ലീഹ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത്? അതാണ് ചോദ്യം. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത്? 26 അധ്യായം വാക്യം സൂചിപ്പിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? അധ്യായം വാക്യം പറയുക. 2 കൊരിന്ത്യസ് 12:17 അതിൻ്റെ അധ്യായം വാക്യവും. 2 കൊരിന്ത്യസ് 12:17. 27ാമത്തെ ചോദ്യം, തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു, അവൻ്റെ കൂടെ ആ സഹോദരനെയും അയച്ചു എന്ന് പൗലോസ് പറയുമ്പോൾ ഈ പ്രസ്താവനയുടെ ഉദ്ദേശം എന്താണ്? ഉത്തരം, തീത്തോസ് കൊറിന്ത്യക്കാരെ കബളിപ്പിച്ചില്ല എന്ന് തെളിയിക്കുക. 2 കൊരിന്ത്യസ് 12:18 അതാണ് അതിൻ്റെ ഉദ്ദേശം. 28ാമത്തെ ചോദ്യം, 2 കൊരിന്ത്യസ് 12:20 പൗലോസ്ലീഹ എത്ര തിന്മകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്? 12:20 അതിൻ്റെ ടോട്ടൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര തിന്മകൾ? ഉത്തരം 8 തിന്മകളാണ്. 8 എണ്ണം. അടുത്ത ചോദ്യം, 2 കൊരിന്ത്യസ് 12:21 ഏതൊക്കെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാത്ത അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് താൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 12:21 പാപങ്ങൾ ഏതൊക്കെ പാപങ്ങളാണ് അവിടെ പറയുന്നത്? അശുദ്ധി, വ്യഭിചാരം, വിഷയാസക്തി എന്നീ പാപങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അശുദ്ധി, വ്യഭിചാരം, പിന്നെ വിഷയാസക്തി. ഇത് 30ാമത്തെ ചോദ്യം, ഈ 2 കൊരിന്ത്യസ് 12 അധ്യായത്തിലെ 2, 8, 14 വാക്യങ്ങളിൽ പൊതുവായി കാണുന്നത് എന്ത്? ഈ 3 വാക്യങ്ങൾ പൊതുവായിട്ട് എന്തോ കാണുന്നുള്ളത് എന്താണെന്നാണ് ചോദ്യം. 3 എന്ന സംഖ്യയാണ് ഈ 3 വാക്യങ്ങളിലും നമ്മൾ കാണുന്നത്. The third heaven Paul's thorn in the flesh, 2 Corinthians 12. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 കൊരിന്ത്യസ് 12:9. 2 കൊരിന്ത്യസ് 12 ഒരു ഉൾക്കാഴ്ച. 2 കൊരിന്ത്യസ് 12 പൗലോസിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും ദൈവശാസ്ത്ര ചിന്തകളിലൂടെയും അഗാധമായ ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. വിനയം, ദൈവകൃപയുടെ പര്യാപ്തത, ബലഹീനതയിൽ കാണപ്പെടുന്ന ശക്തി എന്നിവ ഊന്നി പറയുന്നതിലൂടെ ദൈവിക ശക്തി പ്രകടമാക്കാനുള്ള അവസരങ്ങളായി പോരാട്ടങ്ങളെയും പരിമിതികളെയും വീക്ഷിക്കാൻ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രതിസാംസ്കാരിക വീക്ഷണം പൗലോസ്ലീഹ നൽകുന്നു. ഈ അധ്യായം നമ്മെ നമ്മുടെ ബലഹീനതകൾ ഉൾക്കൊള്ളാനും ദൈവത്തിൻ്റെ സർവ്വപര്യാപ്തമായ കൃപയിൽ ആശ്രയിക്കാനും പ്രേരിപ്പിക്കുന്നു. നമ്മൾ 2 കൊരിന്ത്യസ് 12 കടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഉൾക്കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത് നമ്മൾ ടിപ്സിലേക്ക് പോവുകയാണ്. ടിപ്സ്. അധ്യായം ആവർത്തിച്ച് വായിച്ചുകൊണ്ട് ആരംഭിക്കുക. പ്രധാന തീമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പൗലോസിൻ്റെ ദർശനങ്ങളും വെളിപാടുകളും, ശരീരത്തിലൊരു മുള്ള്, സ്ലിഹയുടെ വ്യഗ്രത, ബലഹീനതയിലുള്ള ശക്തി എന്നീ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിക്കുക. May God bless you all. Thanks for watching. We are glad you joined us. Read chapter 13 for the next episode. Till we meet again, it is goodbye from Joseph for JJ Logos 316. ദൈവാനുഗ്രഹങ്ങളെല്ലാം എല്ലാവരുടെയും മേൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നതുവരെ ഇറ്റ് ഈസ് ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച്.